സ്വദേശിവത്കരണ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. അടുത്തിടെ ഒമാനും 200-ലധികം തസ്തികകളിൽ സ്വദേശിവത്കരണം നടപ്പാക്കുന്നതായി പ്രഖ്യാപിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ശക്തമാക്കിയ സൗദിയിൽ നിന്ന് പുറത്തുവരുന്ന കണക്കുകൾ ഏറെ ആശങ്കയ്ക്ക് വഴിവെക്കുന്നതാണ്. സൗദിയിലെ സ്വകാര്യ സ്ഥാപനങ്ങളിലെ സ്വദേശിവത്കരണം ഏകദേശം 95% വരെ എത്തിയതായി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. മന്ത്രാലയത്തിന് കീഴിൽ നടത്തിയ ഫീൽഡ് പരിശോധനയിലൂടെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനായി കഴിഞ്ഞ വർഷം 1 ദശലക്ഷത്തിലധികം പരിശോധനകൾ സംഘടിപ്പിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. മന്ത്രാലയത്തിന് കീഴിൽ പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങളും പദ്ധതികളും ഇതിനോടനുബന്ധിച്ച് നടത്തിവരുന്നുണ്ട്. സ്വകാര്യ മേഖലയിലെ ജീവനക്കാരുടെ തൊഴിൽ സ്ഥിരത ഉറപ്പുവരുത്തുന്നതിനുള്ള പരിഷ്കരിച്ച നിതാഘാത് പദ്ധതിയും മന്ത്രാലയം നടപ്പിലാക്കി വരുന്നുണ്ട്. ഇതുവഴി 2 വർഷത്തിനകം 3.5 ലക്ഷത്തോളം സ്വദേശികൾക്ക് കൂടി പുതുതായി തൊഴിൽ കണ്ടെത്തുവാനാകുമെന്നാണ് സൗദിയുടെ കണക്കുകൂട്ടൽ. നിലവിൽ സ്വകാര്യ മേഖലയിലെ സ്വദേശികളുടെ അനുപാതം 2.3 ദശലക്ഷമായി ഉയർന്നിട്ടുണ്ട്. ഇത് മൊത്തം തൊഴിലാളികളുടെ 25% വരും. വിവിധ മേഖലകളിൽ ഇതിനോടകം നടപടികൾ പ്രഖ്യാപിച്ചെങ്കിലും രാജ്യം സ്വദേശിവത്കരണം ഏർപ്പെടുത്താൻ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഗതാഗത ലോജിസ്റ്റിക് മേഖലയിലാണെന്ന് അറിയിച്ചിരുന്നു. ഈ അടിസ്ഥാന ലക്ഷ്യത്തെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ് സൗദി. ഈ വർഷത്തിൽ ഇതിനകം ഈ മേഖലയിൽ 10,000 തൊഴിലവസരങ്ങൾ സ്വദേശികൾക്ക് മാത്രമാക്കിയിട്ടുണ്ട്. 6 മേഖലകൾ കൂടി നടപടികൾ വ്യാപിപ്പിക്കുമെന്ന് സൗദി അറിയിച്ചിരുന്നു. 7ഓളം സെയിൽസ് ഔട്ട്ലെറ്റുകൾ, വാഹനങ്ങളുടെ പീരിയോഡിക് ഇൻസ്പെക്ഷൻ, പോസ്റ്റൽ ആൻഡ് പാഴ്സൽ സർവീസ്, കസ്റ്റമർ സർവീസ്, ഏവിയേഷൻ, ഓപ്റ്റിക്സ് മേഖലകളിലാണ് ഇപ്പോൾ സ്വദേശിവത്കരണം നടപ്പാക്കാൻ സൗദി ഉദ്ദേശിക്കുന്നത്. ഓപ്റ്റിക്സ് മേഖലയിൽ 50%, കസ്റ്റമർ സർവീസ് തസ്തികകളിൽ 100% സ്വദേശികളെ നിയമിക്കും. ടെക്നിക്കൽ പീരിയോഡിക്കൽസ് മേഖലയിൽ 2 ഘട്ടങ്ങളിലായി 100%, പോസ്റ്റൽ ആൻഡ് പാഴ്സൽ മേഖലയിൽ 70%മാണ് അനുപാതം. 33,000 സ്വദേശികൾക്ക് തൊഴിൽ ലഭ്യമാക്കാനാണ് പുതിയ പ്രഖ്യാപനത്തിലൂടെ സൗദി ലക്ഷ്യമിടുന്നത്. സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന വകുപ്പ് മന്ത്രി അഹമ്മദ് സുലൈമാൻ അൽ റാജിയാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കേന്ദ്രം, ഇലവേറ്റർ, ലാഡർ ബെൽറ്റ് വിപണന കേന്ദ്രം, ടർഫ് ഉൽപ്പന്നങ്ങൾ, സ്വിമ്മിംഗ് പൂൾ ഉൽപ്പന്നങ്ങൾ, വാട്ടർ പ്യൂരിഫയർ, നാവിഗേഷൻ ഡിവൈസസ്, ഇലക്ട്രോണിക് വാഹനങ്ങൾ എന്നിവയുടെ വിപണന കേന്ദ്രങ്ങളിൽ 70% സ്വദേശികളെ നിയമിക്കണം എന്നതാണ് വ്യവസ്ഥ. പ്രവാസികൾ ഉൾപ്പെടെ സജീവമായ ഇത്തരം തസ്തികകളിൽ സ്വദേശിവത്കരണം നടപ്പിലാക്കുന്നത് വലിയ തൊഴിൽ പ്രതിസന്ധിക്കാണ് വഴിവെക്കുക. 2021 ആരംഭിച്ച സ്വദേശിവത്കരണ പദ്ധതിയുടെ ലക്ഷ്യം മൊത്തം 45,000 തൊഴിലവസരങ്ങൾ സ്വദേശി യുവതീ യുവാക്കൾക്കായി കണ്ടെത്തുക എന്നതാണ്. ഈ ലക്ഷ്യപ്രാപ്തിക്കായി വിവിധ വകുപ്പുകളുമായി സഹകരിച്ച് കൂടുതൽ ശ്രമങ്ങൾ നടത്തിവരികയാണെന്ന് മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.